ഇനി ഞാൻ സംസാരിക്കുന്നത് മത്തായി വിശേഷം 8-ാം അധ്യായം. ബുക്ക് ഓഫ് which I'm preaching here today, book of Matthew chapter 8. Praise the Lord. In English and Malayalam, praise the Lord, so that people can watch online. Praise the Lord. In Matthew chapter 8, we can see Jesus Christ is performing the miracle. Praise the Lord. And three miracles we can give that one. First miracle we can see, Jesus Christ was healing a leper. Second miracle we can see that one, praise the Lord, centurion's servant received the healing. Third miracle, a woman, she was having 12 years flow of blood. She was receiving the healing from God. അതിൽ മത്തായി വിശേഷം 8-ാം അധ്യായം അതിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി വിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അത് ഒന്നാമത്തെ കാര്യം, 3 മിറക്കിൾ അത്ഭുതം, കർത്താവ് ചെയ്ത 3 അത്ഭുത പ്രവൃത്തികളും കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് ചെയ്ത അത്ഭുതത്തിൽ ഒന്നാമത്തെ അത്ഭുതം എന്ന് വെച്ചാല് അതില് കുഷ്ഠരോഗിയായ 2 പേര് സൗഖ്യം പ്രാപിക്കുന്നു. കുഷ്ഠരോഗമുള്ള 2 പേര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. വൈത്തല്ലോ കുഷ്ഠരോഗം ബാധിച്ച വ്യക്തികൾ ഞാൻ വായിക്കുന്ന വെച്ചാൽ, കുഷ്ഠരോഗി എന്നതിന് ഒരു കുഷ്ഠരോഗം ബാധിച്ച ഒരാൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു വായിക്കാണ്ട് ആഗ്രഹിക്കുന്നു. മത്തായി വിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത് വെച്ചാൽ, അപ്പോൾ ഒരു കുഷ്ഠരോഗി അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം കർത്താവ് പറയുന്നത് വെച്ചാൽ, അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ കുഷ്ഠൻ മാറി അവനെ ശുദ്ധമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം just I'm going to read in English, book of Matthew chapter 8 verses 2 and 3. Book of Matthew chapter 8 verses 2 and 3. Matthew chapter 8 verses 2 and 3. In this Bible is saying, and behold, a leper came and worshipped him, that worshipped Jesus Christ, and saying, Lord, if you are willing, you can make me clean. Praise the Lord. Verse 3 Bible is saying, then Jesus put out his hand and touched him, saying, I am willing, be cleansed. Immediately his leprosy was cleansed. Praise the Lord, hallelujah. In this we can see that when Jesus Christ was doing miracles, some miracle will happen the same time, within a fraction of a second. Some miracles will happen, it will take little bit more time. That is what, okay. So അതാണ് നമ്മൾ പറയുന്നത്. കർത്താവിന്റെ കാര്യം ഇന്ന് ബൈബിളിൽ നമുക്കറിയാം, ബൈബിൾ വായിക്കാൻ നമുക്കറിയാം. ഇതില് കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അങ്ങോട്ട് ചെന്നതല്ല, മറിച്ച് ഓൺലൈനിൽ വായിച്ച ഒരു മിനിറ്റ് ഷെയർ ചെയ്യാണ്ട് ഉത്സാഹിപ്പിക്കും. കർത്താവ് അങ്ങോട്ട് സുഖപ്പെടുത്തിയതല്ല. അപ്പൊ അവരിങ്ങോട്ട് വന്ന് ചോദിക്കുകയത്, കർത്താവിനോട് ചോദിക്കുകയത്. ജസ്റ്റ് ഇങ്ങോട്ട് ഷെയർ ഗ്രൂപ്പ്സ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Glory be to God. Glory be to God. Just I'm sharing a couple of groups. ഇതില് കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കർത്താവ് അങ്ങോട്ട് പോയിട്ട് സൗഖ്യം കൊടുത്ത്, നമുക്കറിയാം കൊടുത്ത കാര്യങ്ങൾക്ക് വായിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാല് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് ഒരു 38 വർഷമായി ബെത്സയിദ കുളക്കരയിലുള്ള വ്യക്തിയെ സൗഖ്യം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. The nature of Jesus Christ, we can see when you are reading the Bible, Jesus Christ was healing the lots of people. Most of the people came to Jesus Christ when Jesus Christ was preaching the gospel in the synagogue, in the church, and outside. Praise the Lord. When they heard the gospel, they could receive the healing. Praise the Lord. In another way, we can see that when you read Gospel, John chapter 5, Jesus Christ went to that person's place and healed him. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥസ്ദ കുളക്കരയിൽ കിടന്ന വ്യക്തി 38 വർഷമായിട്ട് കർത്താവിന്റെ അടുത്ത് എന്തെങ്കിലും
കർത്താവ് സൗഖ്യം ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പ്രൈസല്ലോ, ഒരു നാൾ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. വ്യത്യസ്ത കൊള്ളക്കരുന്ന 38 വർഷമായിട്ട് അസുഖം ബാധിച്ചിരുന്ന വ്യക്തി. പ്രൈസല്ലോ, അപ്പം കർത്താവിന് വേണ്ടി അത് ദൈവത്തെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പം യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ആ വ്യക്തി ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചിരുന്നു. Praise the Lord. Hallelujah. Before the birth of Jesus Christ, when you are reading that one, Gospel John chapter 5, praise the Lord, that person who was in the pool of Bethesda, praise the Lord. So he was accepting, he was, that one, believing this God one day will come and heal my body. Praise the Lord. Hallelujah. Last 38 years he was believing accordingly. Praise the Lord. Finally, we know that one, we can see when you read the Bible, Jesus Christ went to that person, praise the Lord, hallelujah, into that pool, and Jesus Christ was healing that person. Praise the Lord, hallelujah. Healing always is happening, praise the Lord, when we are having the desire in our heart to get something from God. When you believe in our heart, this God can do something in my life. Because of your faith, your trust in God, accordingly our God can grant something for you. അതാണ് പറയുന്നത്. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, യേശുക്രിസ്തുവിലെ ആശ്രയം, ദൈവാശ്രയം, പ്രൈസ് ദി ലോർഡ്, ആ ദൈവാശ്രയം വരുമ്പോൾ, ആ ദൈവത്തിൽ ആശ്രയം, നമ്മൾ വേറെ ആൾക്കാരെ ആശ്രയിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ ദൈവത്തിന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കർത്താവ് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. God bless you, Samani Soja, Swamin Matthew, Claire, and Betsy, and everybody. God bless you. May God bless everybody. Okay. That's the book of Gospel, John chapter, book of Matthew chapter 8. We can see a leper came to Jesus Christ and worshipped Jesus Christ and saying, Lord, if you are willing, you can make me clean. Praise the Lord. അതാണ് ഒന്നുകൂടെ വായിക്കാൻ, മലയാളത്തിൽ വായിക്കേണ്ട ആഗ്രഹിക്കുന്നത്. പറയുന്നത്, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. തുടർന്ന് പറഞ്ഞ് യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ഇത് നമുക്കൊന്ന് വായിക്കാനായിട്ട് യെശയ്യാ പ്രവാചന പുസ്തകം. I would like to read book of Isaiah, chapter 41. book of Isaiah chapter 40. കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന ദൈവമാണ്. Book of Isaiah. When you ask something to God, our God can be able to help you. That's what the Bible is saying. Book of Isaiah, chapter 40, 1, verse 13. In this Bible saying, for I, the Lord your God, will hold your right hand, saying to you, fear not, I will help you. Our God is saying, there പറഞ്ഞാല്, ഞാൻ നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. Our God is saying to each one of you today, what our God is saying, fear not, I will help you. Our God is a helper. Praise the Lord. Hallelujah. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സിറ്റുവേഷൻ മൊത്തം അഗൻസ്റ്റ് ആയിരിക്കും. ഈ ലോകത്തിലെല്ലാവരും നമ്മളെ തള്ളിക്കളയും. ഒറ്റ എണ്ണത്തിനെ നോക്കാൻ പോരും. ഒറ്റ ആൾക്ക് ഇന്ന് ജീവിച്ച നാളെ ചത്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അവരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. ഇന്ന് ലോകത്തിൽ ജീവിച്ച് നാളെ എന്നേക്കുമായി മാറ്റപ്പെടുന്ന മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന അവരെയാണ് തന്നെ നമ്മൾ നോക്കുന്നത്. നമുക്കവരോട് കവിപ്പൊന്നും വച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് നമ്മുടെ ചിന്ത സൃഷ്ടാവായ ദൈവത്തിലായിരിക്കണം. നമ്മുടെ ചിന്ത നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിലായിരിക്കണം. അതാണ് ദാവീദ് പറയുന്നത്, എന്റെ സഹായം ഇവിടെ നിന്ന് വരുന്നു, എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. That King, when you are reading a book of Psalms, we know that one, King David, he was saying, my help is coming from the God who created the heaven and earth. Praise the Lord. Hallelujah. അതുകൊണ്ട് തന്നെ എന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കത്തില്ല, എന്നെ കാക്കുവാൻ മയങ്ങുമില്ല, ഉറങ്ങത്തുമില്ല. Psalm chapter 23. സങ്കീർത്തന പുസ്തകം 21 സങ്കീർത്തനം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 21 സങ്കീർത്തനം വായിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 23 സങ്കീർത്തനം, book of Psalm chapter 23. I would like to read that one. Bless the Lord, O my soul,
ഓ മൈസൂർ ഈ പറഞ്ഞു കഴിഞ്ഞാല് ആം, 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 you prepare a table before me in the presence of my enemies. You anoint my head with oil, my cup runs over. Surely the goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. House of the Lord, praise the Lord forever. ഇത് പറഞ്ഞ മലയാളത്തിൽ വായിക്കുന്നത് വെച്ചാല് അതാ പറഞ്ഞാല് ആം, എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാല് കർത്താവ് നമുക്ക് സംരക്ഷണം തരുന്നു. നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് നമുക്ക് സംരക്ഷണം തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. 2013 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ കാര്യം എന്ന് വെച്ചാല് 2013 ഞാൻ ഡൈവേഴ്സ് ആകുന്നത് കത്തോലിക്ക സഭയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അപ്പൊ ആത്മഹത്യ ചെയ്യേണ്ട ആ നടുവിലാ കർത്താവിനെ അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആ സമയത്ത് കർത്താവിനെ അറിയുന്നതും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നു. എന്റെ ബാക്ക് ഹോമില് ആരും തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. ആരും വിളിക്കാറുമില്ല, ഞാൻ വിളിക്കാൻ പോകുന്നാറുമില്ല. കാരണം വെച്ചാല് എന്നെ രക്ഷിച്ച ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുന്നു. ഒരു വ്യക്തിനെ നോക്കാൻ പോകാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പം മനുഷ്യരുമായിട്ട് ചിന്തിക്കും ഇതൊരു ദൈവത്തെ അറിയാനായിട്ട് നിമിത്തമായെന്ന് ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ ഇത് ദൈവഹിതമായിരുന്നു. കർത്താവിന്റെ പ്ലാനായിരുന്നു എൻഡ് ടൈം റിവ്യൂവിലേക്ക് ഞാൻ എൻഡ് ടൈം റിവ്യൂവിലേക്ക് വരണമെന്നും പ്രൈസ് ദി ലോർഡ് അനേകം ആത്മാക്കളെ ദൈവത്തിലേക്ക് നേടണമെന്നും ഇത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടുകാരും വിളിക്കാറുമില്ല, മൈൻഡ് ചെയ്യാറുമില്ല. ഒരാളെ ഞാൻ നോക്കാൻ പോകാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും ഇനി സംഭവിക്കാൻ ഇരിക്കുന്ന എന്തൊക്കെയാണെങ്കിലും ദൈവഹിതമാണത്. ദൈവം അറിഞ്ഞുകൊണ്ടാണ് നടന്നത്. നമുക്ക് കർത്താവ് എല്ലാ കാര്യവും നമുക്ക് നല്ലതിനായിട്ട് ചെയ്യത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ട്രാജഡി വന്നതിന് ശേഷമാണ് ഞാൻ കർത്താവിനെ അറിയുന്നതും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതും ഇന്ന് കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ലോക സൃഷ്ടിക്ക് മുമ്പേ കർത്താവ് നമ്മളെ യേശു ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വേറെ കാര്യം എന്ന് വെച്ചാൽ കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഏജോ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. കർത്താവ് നമുക്ക് ദീർഘായുസ് തരും. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ച് കഴിഞ്ഞാല് കർത്താവ് നമ്മളെ നമുക്കറിയാം നമുക്ക് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കണം. നമുക്കറിയാം ജെറമ്യയോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന വെച്ചാല് നീ ഭാരനാന്ന് ചിന്തിക്കരുത്. Praise the Lord. Hallelujah. I have appointed you to preach this gospel to the nations. Praise the Lord. As a prophet to the nations. അതാണ് പറയുന്നത്. പ്രവാചനായിട്ട് മോശ കർത്താവിന്റെ വേല ചെയ്ത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് 80 വയസ്സിലാണ്. പിന്നീട് 40 വർഷം കർത്താവ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് ദൈവ വേലയിൽ ശക്തിപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഏജ് പ്രശ്നമല്ല. ഏജ് ഈസ് നോട്ട് എ മാറ്റർ to preach this gospel. Our God can get the long life for you. Our God can get the strength and power. Praise the Lord. Hallelujah. Bible says the goodness and mercy will follow you all the days of your life. Praise the Lord. Hallelujah. So that the people, those who are watching online, never look at your age. Praise the Lord. Never look at your tragedies. Never look at the things, whatever it is happening in your life, in your surrounding places. Our God is with you. You are in the place, special plan of God. Our God has chosen you to preach this gospel in front of everybody. Praise the Lord. Hallelujah. If you are the gospel preacher, if you are receiving another revelation from the Lord, 100% I can say to each one of you today, praise the Lord, your face our God will never put ashame. Praise the Lord. കർത്താവിന്റെ വേല പ്രസംഗിക്കുന്ന എല്ലാവരും എനിക്ക് പറയാനായിട്ടുള്ളത് അന്ന് ചുമ്മാ കർത്താവിന്റെ വേല ഇറങ്ങിയിട്ട് കാര്യമില്ല. എന്നെയൊക്കെയെന്ന് വെച്ചാൽ ഈ കർത്താവിന്റെ വേല ഇന്ന് തള്ളിക്കളയാനായിട്ട് എത്ര പേര് ശ്രമിച്ചു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കള്ളത്തരം എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ എത്ര മാസം ഹാക്കായി, യൂട്യൂബ് അക്കൗണ്ട് എന്റെ പേരിൽ വെറുതെ മറ്റുള്ളവർ എന്റെ പേരിൽ മെസ്സേജുകളൊക്കെ എത്ര പേർക്കാ പോയിട്ടുണ്ടിരിക്കുന്നു. ഇതൊന്നും ഞാൻ മൈൻഡ് ഇത് കർത്താവിന്റെ വേല നിൽക്കുന്നത് താർക്കാനുണ്ട് അന്ധകാശിച്ചിൽ പരമാവധി ശ്രമിക്കും. വാട്സാപ്പ് ഹാക്കാവുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കുമ്പോൾ എന്റെ മെസ്സേജ് പോലെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഞാൻ പറഞ്ഞാല് നമുക്ക് അന്ധകാര ശക്തിയിൽ കർത്താവിന്റെ അഭിഷിക്തരെ താർക്കാൻ. കാരണം എന്ന് വെച്ചാല് കർത്താവ് നമുക്ക് വലിയൊരു വേലയെ തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമുക്ക് ഇരിക്കുന്നത്. നമ്മുടെ കോളിംഗ് ഹെവൻലി കോളിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഞാനൊക്കെ കത്തോലിക്ക സഭ കത്തോലിക്ക സഭ എന്നാണ് ഒരാളും കർത്താവിന്റെ വചനം പ്രസംഗിക്കില്ല. ബൈബിൾ വരും വായിക്കത്തില്ല. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്നവരെല്ലാവരും കഴുത്തിന് പിടിക്കും. ഞാൻ 2013 രക്ഷയിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. 2013 രക്ഷയിലേക്ക് വരുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കത്തോലിക്ക സഭയിലും പോകും, പെന്തക്കോസ്ത് സഭയിലും പോകും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മാറി മാറി പോകാൻ.
അപ്പൊ ഞാൻ അങ്ങനെ കത്തോലിക്ക ചർച്ചിൽ ഞാൻ UK-യിലുള്ള സമയത്ത് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പുകളിൽ കൂടെയൊക്കെ എന്നെ മെസ്സേജ് അയക്കുമായിരുന്നു. മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ബൈബിൾ വായന അയക്കാൻ തുടങ്ങിക്കുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അത്രയും പേര് വലിയ കുഴപ്പമില്ല. നമ്മുടെ സിനിമാ പാട്ടിക്ക് ഇടുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ബൈബിൾ വചനം അയക്കാൻ തുടങ്ങുവാണെങ്കിൽ പ്രശ്നമായി. പ്രൈസ് ലോർഡ്. എനിക്ക് വലിയ പ്രശ്നമായി. ലാസ്റ്റ് എന്നെ ഗ്രൂപ്പിൽ നിന്നെല്ലാം പുറത്താക്കി. ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ ആ ഗ്രൂപ്പിൽ നിന്നെല്ലാം ഞാൻ ഔട്ടായി. എന്നെ പുറത്താക്കിയാണ്. കാരണം വെച്ചാൽ കർത്താവിന്റെ വചനം ഞാൻ അയക്കുന്നു. This is a problem. When I born again, the 2013, praise the Lord, the people, those who are watching online, if you cannot follow Malayalam, just I want to say my experience a little bit. Praise the Lord. I born again and baptized in the year of 2013. Praise the Lord. After that, I was going to Catholic Church and, that one, Pentecostal Church. Praise the Lord. And, when I had lots of groups, when the, Catholic Church groups, okay, I usually forward lots of Bible messages and everything. Praise the Lord. When I start to send the Bible message, what happened? Praise the Lord. All the group members, group admin, they, what they did, they removed me from that group. The reason what they were saying, I was sending the gospel message. Why you are sending this gospel message? This is a problem. This was the main problem. This is a problem of the devil today. Praise the Lord. Hallelujah. If I am sharing this gospel, if you are sharing the gospel, praise the Lord. Hallelujah. This is a problem. The devil will create the problem for you. Praise the Lord. Through your family members, through your brothers, through your sisters, praise the Lord, through somebody's, through your beloved one, praise the Lord. The devil will come and attack you. All your financial areas, the devil will come and attack you. Praise the Lord. Hallelujah. But never give up your hope in God. You have to believe. You should trust in the God. Praise the Lord. You have to believe in God. This God will never leave you nor forsake you. Praise the Lord. Hallelujah. അതാണ് നമുക്ക് എത്രമാത്രം നമുക്ക് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും എത്ര പേര് നമ്മൾക്കെതിരെ നിൽക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് വലിയ പദ്ധതിക്കായിട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വലിയ പദ്ധതിക്കായിട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അത്രമാത്രം ശക്തരായ കാരണമാണ് അനേക ആൾക്കാർ നമുക്കെതിരായിട്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ശക്തരല്ല എങ്കിൽ ആരെങ്കിലും Pastor Joshua, sorry, you didn't join, okay. Next time we'll preach Pastor Joshua. Praise the Lord. Hallelujah. You could not join in time. So that's I start my preaching, okay. See you next time. So this is what, okay. If any of the enemies are standing surrounding place of you, praise the Lord. Hallelujah. Then what you have to think? That means you have to think it over. You are such a strong man. Praise the Lord. Hallelujah. You are such a powerful man in Christ Jesus. So that what you have to do it, never give up your hope. You have to put forward. Praise the Lord. Sometimes your financial areas, everything will be down. Praise the Lord. Your all the business and everything. Praise the Lord. Devil will try to destroy your business. How devil is going to destroy your business? Devil will take your informations and contact your the clients, wherever you are dealing with that people, the devil will try to contact that people to somebody, praise the Lord, and try to destroy all your businesses, all your areas, financial areas and everything. Devil was thinking, if devil is destroying your business areas, you will never preach the gospel again. Always you will think it over the business, how to go ahead and everything. Always you think it in your mind. This is the way all the Satanic world is thinking about you. Praise the Lord. What you have to do it whenever you are losing everything. Like Job, when you're reading book of Job, what Job is saying, praise the Lord, everything belongs to God. God gave me everything. God has taken. I'm glorifying God. This is നമ്മളെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് കഴിഞ്ഞാൽ ഈ പിശാചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൈസ് ദി ലോർഡ്, സുവിശേഷ വേലയിൽ നിൽക്കുന്നവരെ തകർക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും തകർക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ബിസിനസ് ഏരിയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സാമ്പത്തികപരമായിട്ട് ഇല്ലാതാൻ, സമ്പത്ത് കൊണ്ടേ കർത്താവിന്റെ വേലയ്ക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. നടന്നുമായി പ്രവർത്തിക്കാൻ പറയുമ്പോൾ നടന്നുമായിട്ട് പ്രസംഗിക്കണം. കാലല്പം വേദന എടുത്താലും നടന്നുമായി പ്രസംഗിക്കണം. നടക്കാൻ കർത്താവ് ശക്തി തന്നിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടക്കാൻ കർത്താവ് ശക്തി തന്നിട്ടുണ്ടല്ലോ. കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടന്നു പോയിട്ട് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല എങ്കിൽ, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെങ്കിലും നടന്നു പോയിട്ട് ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിച്ചിട്ട് തിരിച്ചു വരണം. ഇന്ന് ജീവിക്കുന്ന നാളെ മരിച്ചു വന്ന് ഒരു വ്യക്തികളെ നോക്കാനായിട്ട് പോകരുത്. അവർ ഗോഡ് ഈസ് എ ട്രൂ ഗോഡ്. അവർ ഗോഡ് ഈസ് ഓൾ മൈറ്റി ഗോഡ്. Our God is a mighty God. Our God is a living God. Our God can do the unbelievable miracle in your life. ദരിദ്രനെ കുപ്പയിൽ നിന്ന് എടുത്ത് രാജക്കന്മാരെ കൊട്ടാരത്തിൽ ഇരുത്തുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. Praise the Lord. Hallelujah. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം നമ്മൾ തകർത്ത് കളയരുത്. കർത്താവിലുള്ള നമ്മൾക്ക് എത്തിപ്പം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ചിന്തിക്കണം.
ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമുക്ക് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ കാലം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് വിസില്ലാത്ത അവസ്ഥ കർത്താവ് വിസ തന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം കോർട്ടുപരമായിട്ട് എനിക്ക് കോർട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. അവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അഡ്വക്കേറ്റ് കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ നടന്നു, പല കേസുകളൊക്കെ എതിരായി. എന്ന് ഞാൻ നോക്കുന്ന കാര്യമൊന്നും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒന്നും എന്നെ കൊല്ലാനായിട്ട് പറ്റിയിട്ടില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന്റെ കരങ്ങളിൽ വേണ്ടി നമ്മൾ സുരക്ഷിതമാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലുള്ള നമ്മൾ സുരക്ഷിതമാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കാര്യങ്ങൾ മൊത്തം കർത്താവിന് നമ്മൾ സമർപ്പിക്കണം. സമർപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് തന്നെ നമ്മളെ കെയർ ചെയ്യും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ചില വീടുകൾ, ചില ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കർത്താവ് അറിഞ്ഞിട്ടാ വരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി വന്ന കർത്താവിന്റെ ഹിതമാണത്. എന്നേക്കുമായിട്ട് അത് മാറ്റപ്പെടണമെന്ന് കർത്താവിന്റെ ഹിതമാണത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അത് കർത്താവിന്റെ വേലയിലേക്ക് കർത്താവിനെ ഉപയോഗിക്കാനായിട്ട് കർത്താവ് നിശ്ചയിച്ചിരുന്നു അത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മള് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കും. എല്ലാം ദൈവഹിതമല്ല, എന്റെ ജീവിതത്തിൽ നടന്ന ദൈവഹിതമാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അത് കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങാനായിട്ട് കർത്താവിന്റെ ഹിതമായിരുന്നു അത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് നമ്മുടെ ജീവിതത്തിലെല്ലാം അറിയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെയല്ല കർത്താവ് ചിന്തിക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും, മറ്റുള്ളവർ തകർക്കാനായിട്ട് ശ്രമിക്കും. പ്രൈസ് ലോർഡ്. ഈ കുഷ്ഠരോഗി വ്യക്തി നമുക്കറിയാം, മത്തായി സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, when you read book of Matthew chapter 8, the leper, he was a rejected person. All the society, that one, they were standing against that leper, right? They were not communicating with the leper. But leper, he was having one hope in God. What was his hope? He was trusting in God. Praise the Lord. Hallelujah. Leper was trusting in God. Leper was thinking, one day this God can able to heal me. Praise the Lord. Hallelujah. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ട അവസരത്തിലാണെങ്കിലും നമ്മുടെ പ്രതീക്ഷ നമ്മളെ കൈവിടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷയ്ക്കും ഈ കോൺഫിഡൻസിനും കർത്താവ് വലിയ പ്രതിഫലം തന്നെ നമുക്ക് തരും. മഹാപ്രതിഫലമുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ കോൺഫിഡൻസ് കളയരുതെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ട്. മഹാപ്രതിഫലമാണ് കേട്ടോ നമ്മുടെ കോൺഫിഡൻസ്. സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചത്, സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, കാര്യങ്ങളൊക്കെ എതിരാണെങ്കിലും ഒരു നാള് ഈ ദൈവം, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, എനിക്ക് തലമുറയെ തരും. പ്രൈസ് ദി ലോർഡ് എന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ തന്നെ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കർത്താവിന് വചനം പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവർ സിറ്റിസൺഷിപ്പ് ഈസ് in the heaven. Praise the Lord. Hallelujah. The reason is we are from heaven. Praise the Lord. We are seated in the heavenly places. അതാണ് പറയുന്നത്. 1 John chapter 5 verses 1 Bible is saying, praise the Lord, the people, those who believe that Jesus Christ is their Lord and Savior, you are from above. Praise the Lord. Hallelujah. By faith in Jesus Christ, you are a more than a conqueror in Christ Jesus. യേശു ക്രിസ്തുവിൽ നമ്മൾ ജയാളികളാണ്, യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ. അതുകൊണ്ട് തന്നെ ഇന്ന് കർത്താവിന്റെ വേലയെ, എന്നൊക്കെ മിനിസ്ട്രി നോക്കുവാണെങ്കിൽ എനിക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുവാണെങ്കിൽ ചിലമത്ത് ആരുമില്ല. അപ്പൊ മനസ്സ് പറയും, ദൈവമേ ഇന്ന് ആരും ഇല്ലല്ലോ എന്ന് മനസ്സിൽ. അപ്പൊ മനസ്സിലാണ്, അപ്പൊ കർത്താവിനോട് ഞാനല്ല ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചില ദിവസം ചിന്തിച്ചു, കർത്താവ് ഞാൻ തന്നെ ഉള്ളത് എന്ന് ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറയുക, അയാൻ പറ്റിയോ. അപ്പൊ നിശ്ചയമായിട്ടും കർത്താവ് സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ ഓൾറെഡി സംസാരിച്ചു. അപ്പൊ നേരിട്ട് സംസാരിച്ചാല് അയാൻ പറ്റി ജോളി എന്ന് പറഞ്ഞു. ഞാനത് കറക്റ്റായിട്ട് ഡേറ്റ് ഇട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങൾ. പെട്ടെന്ന് എങ്ങനെയും സംസാരിക്കാറില്ല. കർത്താവ് ആ സമയത്ത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പം ഐ വാസ് പ്രൈസിങ് ഇൻ സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്താണ് ചില മനസ്സിങ്ങനെ കർത്താവ് ഞാൻ തന്നെ ഉള്ളല്ലോ ഇതില്, ഈ കാര്യം. ഐ ആം വിത്ത് യു. പ്രൈസ് ദി ലോർഡ്. ജോളി, ഐ ആം വിത്ത് യു. ദാറ്റ് ഈസ് ഇനഫ്. അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ആ പ്രോമിസ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, മനുഷ്യപരമായിട്ട് ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് അറിയത്തില്ല. അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നു പറഞ്ഞു കഴിയുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം എല്ലാരെയും ഇട്ട് അവഹേളിക്കുന്നു, ദേവദാസന്മാരെ എല്ലാവരെയും ഇട്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെറ്റുപറ്റിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ജോളി, ഐ ആം വിത്ത് യു. മൈ ഗോഡ് ഈസ് ടോക്കിംഗ് ടു മീ. ജോളി, ഐ ആം വിത്ത് യു. യു ആർ നോട്ട് അറ്റ് ഓൾ അലോൺ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിനോട് പറയാം, ഞാൻ ജോളിയുടെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അല്പം ടെൻഷനുള്ള അതെല്ലാം മാറി. നമുക്കറിയാം,
പ്രത്യാശയിലേക്ക് പിന്നെയും നടക്കാനായിട്ട് ഇടവന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ ചില സ്റ്റേറ്റിലേക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ആൾക്കാരൊന്നും വരത്തില്ല. പ്രീച്ച് ചെയ്യുമ്പോൾ പല തരങ്ങളിൽ വണ്ടി ഓടിച്ചു ഒത്തിരി ദൂരങ്ങൾ വണ്ടി ഓടിച്ചു പോകും. വേറെ പെട്ടോടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ ദൂരങ്ങളിൽ പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടികളിൽ പൈസ ഉണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നടന്നു പോയിട്ട് അടുത്ത സ്ഥലങ്ങളിൽ പ്രവേശിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ താമസിച്ച സിറ്റി മൊത്തം എല്ലാവർക്കും അറിയാം. ഞാൻ കർത്താവിനെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കാരെ ആൾക്കാർക്ക് അറിയാം, മുസ്ലിം ആൾക്കാർക്ക് അറിയാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എന്നെ അറിയത്തില്ലാത്ത എല്ലാവരും പറയുന്നത് യു ആർ വെരി ഫേമസ് മെൻ എന്നോട് പറയുന്നു, ഈ സിറ്റി പറയുന്നു. എന്ന് കഴിഞ്ഞാൽ ഇവിടെ സിറ്റി സെന്ററുള്ള എല്ലാവർക്കും എന്നെ അറിയാം. ഒരു പക്ഷേ 95% ആൾക്കാർക്കും എന്നെ അറിയാം. കോഴ്സോ സിറ്റി സെന്ററിൽ ഞാൻ പറഞ്ഞു യു ആർ ദ ഗോസ്പൽ. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അല്ലേ, അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഞാൻ ഭക്ഷണമൊക്കെ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ അവര് എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് വില കുറച്ചൊക്കെ തരും. ഞാൻ പ്രീച്ചിങ് ഗോസ്പൽ. അപ്പൊ എന്താണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഇഫ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്, ഇഫ് അവർ ഗോഡ് ഈസ് ഡൂയിങ് സംതിങ് ഇൻ യുവർ ലൈഫ്, വാട്ട് യു ഹാവ് ടു ഡു ഇറ്റ്? Somebody should know that miracle, what our God has done through you in your life. Praise the Lord. Hallelujah. അതാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യം മറ്റുള്ളവരുടെ നമ്മൾ പറയണം. ദൈവനാമം മാത്രമേ നമ്മൾ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇത് പറഞ്ഞ അതാണ് മത്തായി സുവിശേഷം നമ്മൾ 8 വായിക്കുകയാണ്. നമുക്കറിയാം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. അത്ഭുതങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വായിക്കാണ്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory be to God. Hallelujah. Glory be to God. Book of Matthew chapter 8. മത്തായി സുവിശേഷം 8 അധ്യായം നമ്മൾ വായിക്കണം. നമുക്കറിയാം. Glory to God. Praise the Lord. Hallelujah. അപ്പൊ നമുക്കറിയാം രക്തസ്രാവമുള്ള സ്ത്രീ സൗഖ്യമാവുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തസ്രാവമുള്ള സ്ത്രീ. അപ്പൊ കർത്താവ് ചോദിക്കുന്നുണ്ട്, അപ്പൊ എന്റെ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് ചോദിക്കുന്നു. അപ്പം ആ സ്ത്രീ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ സ്ത്രീ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗഖ്യമായ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പറയുന്നത് വെച്ചാല് നമുക്കറിയാം നമ്മൾ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ പറയണം, മറ്റുള്ളവരെ അറിയണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറയണം. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ അറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെന്ന് മറ്റുള്ളവരെ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ പറയണം. ആത്മാക്കൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ഇപ്പൊ കത്തോലിക്ക സഭയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ എന്റെ നേരെ അധികം എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരത്തില്ല. കാരണം വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഞാൻ അവരോട് പറയും, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ മാതാവിനുള്ള പ്രാർത്ഥന നിർത്തണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിർത്തണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറയും. അപ്പൊ അവരോട് അങ്ങനെ പറയുമ്പോൾ അവർ ലോകത്തെ ആദ്യം വലിയ ലോകവർത്താനം പറഞ്ഞ എന്റെ ഗുരുവിൽ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കണ്ടും വീഴ്ച എനിക്കെതിരായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാവരും ഇപ്പൊ ഒരുമാതിരിപ്പെട്ട ഇവിടെ താമസിക്കുന്ന കത്തോലിക്ക സഭയിൽ ഒരാൾക്കാർ ഇപ്പൊ എന്റെ അടുത്ത് വരലില്ല. കാരണം ഞാൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ അവരോട് ബിംബാരാധന വിട്ട് മാറും പറയും. ബിംബാരാധന വിട്ടുമാറി സത്യത്തിലേക്ക് വരാൻ സത്യമുണ്ട്, താല്പര്യമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. നമ്മൾ ലോകവർത്താനം പറയേണ്ട ആവശ്യം ഇന്നലെ നാളെ നമ്മൾ അവരൊന്നും കാണാൻ പോകുന്നില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി അവർ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചില്ല എങ്കിൽ, സത്യദൈവത്തിലെ ആത്മാവിനെ സത്യത്തിലും കർത്താവിനെ ആരാധിച്ചില്ല എങ്കിൽ അവർ നിത്യ നരകത്തിലേക്ക് പോകും. This is the way. If any of the people are coming and standing in front of you, sometimes they will ask, oh, how are you or whatever. Praise the Lord. You have to say you are good in Christ Jesus. After that you have to say, praise the Lord, did you born again? Did you accept Jesus Christ as the Lord and Savior? Praise the Lord. Hallelujah. If they are from some other with any other Christian background or Christian community or whatever, praise the Lord, you should tell them you should not worship any of the statues. You should not pray to the Mother Mary. You should not keep any of the that statues and pray in front of the statues. Praise the Lord. We are not at all allowed to pray through the statues. We have got an advocate in the heaven. That advocate's name is called to Jesus Christ. We have to pray through that advocate. അതാണ് പറയുന്നത്. നമ്മള് കർത്താവ് പറഞ്ഞ് സ്വർഗത്തിലും പിതാവായ ദൈവത്തിനും മനുഷ്യരുടെ ഇടയ്ക്ക് ഒരേയൊരു മധ്യസ്ഥനേ ഉള്ളൂ, നമ്മളെ മരിച്ചു ഉയർത്തിനേറ്റ അത് രക്ഷകനായ യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ നമ്മൾ ആശ്രയിക്കണം, യേശുക്രിസ്തുവിനെ പ്രാർത്ഥിക്കണം. അതാണ് മത്തായി സുവിശേഷം നമ്മൾ 8 അധ്യായം വായിക്കണം. കഴിഞ്ഞാൽ ആ കുഷ്ഠരോഗി പറഞ്ഞു എന്താ വെച്ചാൽ കർത്താവിനോട് പറയുവാണ്. കർത്താവിനോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് പറയുന്നത് വെച്ചാല്
അവൻ കൈ എഴുന്നേൽ അപ്പൊ കുഷ്ഠരോഗി വന്ന് അവന് നമസ്കരിക്കും. കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ പ്രൈസ് ലോഡ് എന്നെ ശുദ്ധമാക്കാൻ കഴിയും. കർത്താവിന് മനസ്സുണ്ടെങ്കിൽ പ്രൈസ് ലോഡ് നമ്മളെ ഉയർത്താനായിട്ട് കഴിയും. അവർ ഗോഡ് ഇസ് വില്ലിംഗ് പ്രൈസ് ലോഡ് ഹല്ലേലൂയ. അവർ ഗോഡ് ക്യാൻ ഏബിൾ ടു ഹെൽപ്പ് യു ഓൾവേസ് ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. Sometimes you are thinking your medical science have rejected you. You are suffering the sick. Praise the Lord. Hallelujah. Lots of things are coming against your life. Praise the Lord. And sometimes you are thinking you are alone to pray this gospel. Our God is a miracle Lord. As I said before, my God can extend your life. Praise the Lord. No matter what is your age. Praise the Lord. Hallelujah. How many young people are getting die every day? Praise the Lord. What is your age? Our God can extend your life if you are in Christ Jesus, if you are doing the gospel work. Bible is saying, first seek his kingdom, later on everything will be adding in your life one by one. അതാണ് കർത്താവ് പറയുന്നത് കഴിഞ്ഞാല് ആദ്യം തന്റെ രാജ്യം അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടി സകലവും കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് നമ്മുടെ ഏജോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് ദീർഘായുസോട് നമ്മളെ സംതൃപ്തി വരുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ, എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ, എന്തൊക്കെ കടഭാരങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിനോട് നമ്മൾ ആരായണം. പ്രൈസിലോട് നമ്മൾ സമൂഹ പ്രവാചക പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് സാമുവൽ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, ദാവീദ് രാജാവ് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ പ്രൈസിലോട് കർത്താവിനോട് ആലോചന ചോദിക്കുമായിരുന്നു. അപ്പൊ കർത്താവ് ദാവീദിനോട് പറയുമായിരുന്നു, യുദ്ധം ചെയ്യാൻ പോവാ, അവരെ നിനക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റും. ഫസ്റ്റ് സാമുവൽ Bless the Lord, oh my soul. Oh my soul. Oh my soul, and worship your holy. You're reaching and you're slow to anger. First Samuel, chapter 23 verses 2. ഇതാണ് പറഞ്ഞാൽ മലയാളത്തിൽ വായിക്കുന്നത്. അതാണ് the people those are watching only, you can refer this book. Praise the Lord. If you need something from God, you can ask to the Lord. Praise God, what I should do. Our God can guide you. Our God can tell you. Our God can guide you what you have to do, what you should not do it. That for reference, you can read that book of 1 Samuel, chapter 23, verses 2. ഇതിൽ പറഞ്ഞാൽ ദാവീദ് പറഞ്ഞാൽ 1 സാമുവേലിന്റെ പുസ്തകം 23 അധ്യായം 2 വാക്യം പറയുന്നത്, ദാവീദ് യഹോവയോട് ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട് ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് ഖീലയെ രക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. Praise the Lord. That means our God was giving the guidance to the King David. That time he was not king. Praise the Lord. He was an anointed person by God. David, he was an anointed person. After the death of Saul, our God was appointing as a king of the Israel. Praise the Lord. Hallelujah. And David, he was asking to the Lord, praise the Lord, what you want supposed to do, what you should not do. Everything he was asking to the Lord all the days of his life. Praise the Lord. Whenever he was not at all asking to the Lord, that time he was facing the failure. We can see that when you are reading First and Second Samuel, you can read that one. Praise the Lord. Hallelujah. So the people those are watching online, may our God bless you more and more in Jesus' name. Praise the Lord. എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹം. ഒരേ ഒരു കാര്യം സംസാരിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എത്ര ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. നമുക്കൊരു വഴി കർത്താവ് തുറന്നു തരും. നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കർത്താവ് തുറന്നു തരും. എത്ര ഒരു സൈന്യം നമുക്കെതിരെ ചുറ്റും നിന്ന് തൂക്കം പിടിച്ച് നിന്നാലും, പ്രൈസ് ദി ലോർഡ്, ചിലപ്പോൾ ഭൂമി വിളിങ്ങിട്ട് അവർ താഴോട്ട് പോകും. നമ്മൾ പിന്നെ ചെയ്യാണ്ട് നടക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവരോ വീണ്ടും ഇടകന്മാരെ പോലെ ചിറകടിച്ചു വരും. പുതിയ ചിറകൾ വന്ന് ഇങ്ങനെ പറന്ന് അടിച്ചു പിടിച്ച് നമ്മൾ പറന്ന് മുന്നോട്ട് പോകും. പ്രൈസ്. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ആൾക്കാര് ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമാണ് പറയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കഷ്ടതയും ക്ലേശങ്ങളും എല്ലാം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് കണ്ട മിസ്രൈമിനെ നമ്മൾ ഇനി ഒരു നാളും കാണുന്നില്ല. അവരുടെ രഥങ്ങളൊക്കെ എന്നോ ചിന്നിച്ചെതറി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ചെതറി വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക്, നദിയുടെ ആഴങ്ങളിലേക്ക് തിരഞ്ഞു മറിഞ്ഞു പോയി. നമ്മളോ വീണ്ടും കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മൾ വീണ്ടും ഖഴകന്മാരെ പോലെ ചിറകടിച്ചു വരും. നമ്മൾ തീ കൂടെ നടന്നു കഴിഞ്ഞാലും വെള്ളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാലും നമ്മൾ തീ കൂടെ നടന്നാൽ നമ്മൾ ദഹിപ്പിച്ച് കളയത്തില്ല. വെള്ളത്തിൽ കൂടെ നടന്നാൽ നമ്മൾ ഓവർഫ്ലോ ചെയ്യത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അഗ്നിജ്വാല നമ്മളെ ദഹിപ്പിക്കത്തുമില്ല. ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവമാണ്.
Our help is coming from the God Almighty, the God of Israel. That God's name is called Jesus Christ. Praise the Lord. Hallelujah. Let us pray. ഓൺലൈനെ വാച്ച് ചെയ്യുന്ന എല്ലാവരോടും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തെ അവർ സ്തോത്രം ചെയ്യുന്നു. Praise the Lord. Hallelujah. Pastor Joshua, you can join in Zoom. Okay, we can pray a few minutes time for the Africa. Praise the Lord. Can join in Zoom right now. Praise the Lord. If you are in the online, praise the Lord right now. Heavenly Father, in the name of Jesus Christ, I pray for each and every people right now, especially the people those who are watching online. I pray for each and every people right now. Heavenly Father, thank you for blessing them and keeping them in your glory spiritually all the areas of their life. In Jesus' name, I pray. യേശുവിന്റെ നാമത്തിൽ കർത്താവെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ഓർത്ത് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഹൃദയം തകർന്നിരിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവരെ ഒറ്റപ്പെട്ട ആൾക്കാർ, വീട്ടുകാരെ ബുദ്ധിമുട്ടി പല രീതി ബുദ്ധിമുട്ടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആൾ, കർത്താവിന്റെ സഹായം അവരിലേക്ക് ചെല്ലുന്നവർ നന്ദി പറയും. കർത്താവ് എനിക്ക് തന്ന കോൺഫിഡൻസ് കർത്താവ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. തകർക്കാൻ വരുന്ന ദേശശക്തികളെ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുന്ന apply the blood of Jesus Christ and destroy the power of the devil. In the name of Jesus Christ. Shantata palatitakani, shakalatikana. In Jesus' name I pray. Amen. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.